വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكذلك جعلناكم أمة وسطا لتكونوا شهداء على الناس ويكون الرسول عليكم شهيدا صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وقد قال سيدنا محمد صلى الله عليه وسلم أصحابي كالنجوم فبأيهم اقتديتم اهتديتم. صدق رسول الله صلى الله عليه وسلم. محمد دينه حق ندين به محمد مجملا حقا على علمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق محمد ذكره روح لأنفسنا محمد شكره فرض على الأمم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. മഹത്തായി വേദിയെ ധന്യമാക്കിയ സാദാത്തുക്കളെ, ആലിമീങ്ങളെ, സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെയും സാരഥികളെ, പ്രവർത്തകരെ, പ്രിയങ്കരരായ നാട്ടുകാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രം സംഘടിപ്പിച്ച ആദർശ സമ്മേളനങ്ങളാണ് ഇന്ന് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുവരുന്നത്. അതിന്റെ ഭാഗമായാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചത്. അല്ലാഹു ഈ സദസ്സ് നാളെ ആഖിറത്തിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മജ്ലിസുകളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഇവിടെ ഒരുമിച്ചുകൂടിയതിന്റെ ബർക്കത്തുകൊണ്ട് നാളെ സ്വാലിഹീങ്ങളെ സുംറത്തിൽ അല്ലാഹു നമ്മളെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് പറയുന്നത് ഇസ്ലാം എന്നതിന്റെ മറ്റൊരു പര്യായ പ്രയോഗം മാത്രമാണ്. മുജാഹിദ്, ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് എന്നെല്ലാം പറയുന്നത് പോലെ മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിലൊരു വിഭാഗമാണ് അഹ്ലുസുന്ന എന്ന് തെറ്റുധരിച്ചവരുണ്ട്. അത് തിരുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, സതഫ്തരിഖു ഉമ്മത്തി, എന്റെ സമുദായം ആദർശപരമായി ഭിന്നിപ്പിന് വിധേയമാകും. അലാ ഐനമില്ല, അത് 73 വിഭാഗം വരെ ആയിത്തീരും. കുല്ലുഹും ഫിന്നാരി ഇല്ലാ മില്ലത്തൻ വാഹിദ, അതിൽ ഒരു വിഭാഗമൊഴിച്ച് ബാക്കിയെല്ലാം അസത്യത്തിന്റെ മാർഗത്തിലൂടെയാണ് ചലിക്കുന്നത്. സ്വർഗത്തിന്റെ പാതയിൽ ഒന്നു മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വളരെ ഭീതിതമായ ഈ ഒരു വിഭാഗീയത സംബന്ധിച്ച് തിരുനബി പറയുകയും നേർവഴിയിൽ ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് തീർത്തു പറയുകയും ചെയ്തപ്പോൾ ആകാംക്ഷയോടെ, ഭയത്തോടെ സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, ആ വിഭാഗം ആരായിരിക്കും?
ഈ ചോദ്യത്തിന് ഉത്തരമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി 2 വാക്കുകളിലൂടെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് ഹും അഹ്ലുസുന്ന വൽ ജമാഅ. 73 നിന്ന് സ്വർഗത്തിന്റെ മാർഗത്തിലുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പദം പ്രയോഗിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതിനേക്കാൾ വിശ്രുതമായ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചോദ്യത്തിന്റെ ഉത്തരമായി പറഞ്ഞതിനെ ഇങ്ങനെയാണ്: മാ അന അലൈഹി. ഇത് രണ്ടും 2 പ്രയോഗങ്ങളുടെയും ഉദ്ദേശ്യം ഒന്നാണ്. ഞാനും എന്റെ സ്വഹാബികളും നിലകൊണ്ട മാർഗത്തിൽ നിലകൊള്ളുന്നവർ എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറഞ്ഞാൽ. ഇസ്ലാമിന്റെ പേരിൽ ധാരാളം അവാന്തര വിഭാഗങ്ങൾ ഉടലെടുക്കുമ്പോൾ അതിനെ പേരിട്ട് വിളിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നു നൽകിയ പേരാണ്. ഇത് പുതിയൊരു വിഭാഗമല്ല, ഇസ്ലാം എന്നതിന്റെ പര്യായമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഈ അഹ്ലുസുന്നയും ഇതര വിഭാഗങ്ങളും എങ്ങനെ ഭിന്നിച്ചുപോയി? ഇസ്ലാമാകുന്ന അഹ്ലുസുന്നയിൽ നിന്ന് മറ്റുള്ളവർ വഴി പിരിഞ്ഞു പോകാനുള്ള കാരണമെന്താണ്? ആദർശ പഠനത്തിൽ എപ്പോഴും അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണത്. ഇസ്ലാമിൽ ഏത് വിഭാഗങ്ങളുണ്ടെങ്കിലും പ്രത്യക്ഷത്തിൽ എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യം പഠിക്കണം, മതം മനസ്സിലാക്കേണ്ടത്. ഈ വിഷയത്തിൽ പ്രത്യക്ഷത്തിൽ ആരും തർക്കിക്കാൻ വരാറില്ല. എല്ലാവരും പറയുന്നു ഖുർആൻ സ്വീകരിക്കണം, ഹദീസ് സ്വീകരിക്കണം. സാക്ഷാൽ ചേകന്നൂർ മൗലവി പോലും തന്റെ പ്രസ്ഥാനത്തിന് നൽകിയ പേര് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നായിരുന്നു. ഖുർആനും സുന്നത്തും വിട്ട് ആരും കളിക്കുന്നില്ല എന്നാണ് വാദിക്കുന്നത്. എന്നാൽ ഇങ്ങനെ വാദിക്കാനുള്ള കാരണം എന്താണ്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട സ്വഹീഹായ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്: തറക്തു ഫീകും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ വിട്ടുപോകുകയാണ്. അവ നിങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന കാലത്തോളം നിങ്ങൾക്കിടയിൽ വഴിപിഴക്കൽ ഉണ്ടാകുകയില്ല, നിങ്ങൾ സന്മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ട് എല്ലാവരും വാദിക്കുന്നത് ഞങ്ങൾ ഖുർആനിന്റെ വഴിയിലാണ്, സുന്നത്തിന്റെ വഴിയിലാണ്. ആ വിഷയത്തിൽ തർക്കം ആർക്കുമില്ല, എല്ലാവരും അത് തന്നെ വാദിക്കുന്നു. പിന്നെ എങ്ങനെ ഈ വിഭാഗീയത ഉണ്ടായി? സുന്നത്തിന്റെയും ഖുർആനിന്റെയും വഴിയിലാണെങ്കിൽ വഴി പഴക്കുകയില്ല എന്ന് നബി പറഞ്ഞതല്ലേ, പിന്നെ എങ്ങനെ ഇത്രയും അധികം വിഭാഗങ്ങളായി വിഭാഗീയത വന്നു? ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. പരിശുദ്ധമായ ഇസ്ലാമിൽ ഈ വിഭാഗീയത വരാനുള്ള കാരണം പരിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇസ്ലാമിനെ മനസ്സിലാക്കുക എന്നതിന്റെ രീതിശാസ്ത്രം എന്താണ്, അതിന്റെ പ്രായോഗിക രൂപം എങ്ങനെയാണ്? ഈ വിഷയത്തിലാണ് മുസ്ലിം സമുദായത്തിൽ ഭിന്നത വരാനുണ്ടായ അടിസ്ഥാന വ്യതിയാനം സംഭവിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പുറത്തുള്ള എല്ലാ കക്ഷികളും, ലോകത്ത് ബിദ്അത്തിന്റെ ആദ്യത്തെ കക്ഷി മുതൽക്ക് ഇന്ന് വരെയുള്ള മുഴുവൻ കക്ഷികളും ഖുർആനും സുന്നത്തും സ്വീകരിക്കാനുള്ള മാർഗമായി അവരംഗീകരിച്ചതും സ്വീകരിച്ചതും ഏതാണ്? പരിശുദ്ധ ഖുർആൻ എഴുതിയ മുസ്ഹഫ്, അതിന്റെ കോപ്പിയെടുത്ത് മേശപ്പുറത്ത് വെക്കുക. നബി സല്ലല്ലാഹു ജീവിതം സമാഹരിച്ചു വച്ച് അതും മേശപ്പുറത്ത് വെക്കുക. വിശ്വാസപരമോ അനുഷ്ഠാനപരമോ ആചാരപരമോ ആയ എന്ത് വിഷയം വന്നാലും ആദ്യം ഖുർആൻ മുസ്ഹഫ് എടുത്ത് മറിച്ചു നോക്ക്. ആ നോക്കുന്നയാൾക്ക് അതിന് തെളിവ് കിട്ടിയാൽ ഇനി മറ്റതൊന്നും നോക്കണ്ട, ഖുർആനിലുണ്ട്, പിന്നെ വേറൊന്നിന്റെ ആവശ്യമില്ല, അംഗീകരിക്കുക. ഖുർആനിൽ നോക്കിയിട്ട് തെളിവ് കാണുന്നില്ലെങ്കിലോ ഹദീസ് കിതാബുകൾ എടുത്ത് പരിശോധിക്കുക, അതിലുണ്ടോ? അതിലും കാണുന്നില്ല എങ്കിലോ തള്ളിക്കളയുക. നോക്കിയ ആൾക്ക് അതിൽ തെളിവ് കണ്ടാൽ സ്വീകരിക്കുക.
ഇതാണ് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുക എന്നതിന്റെ പ്രായോഗിക രൂപമായി സുന്നത്തി ജമാഅത്തിന്റെ പുറത്തുള്ള എല്ലാ കക്ഷികളും പറയുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്തു പറയുന്നു? ഖുർആനും സുന്നത്തും അനുസരിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതിൽ നിന്നാണ് ഇസ്ലാമിക വിശ്വാസവും അനുഷ്ഠാനവും അഖ്ലാഖും നമ്മൾ പഠിക്കേണ്ടത്. എന്നാൽ അതിന്റെ രീതി എന്താണ്? ഈ ഖുർആനും സുന്നത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെ ഏൽപ്പിച്ചു പോയോ അവരാണല്ലോ മഹാന്മാരായ സ്വഹാബത്തെ കിറാം. ആ സ്വഹാബത്ത് ഖുർആനിനും ഹദീസിനും നൽകിയ വ്യാഖ്യാനങ്ങൾക്കും വിശദീകരണങ്ങൾക്കും വിധേയമായി ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇസ്ലാമിനെ മനസ്സിലാക്കണം. ഇതാണ് സുന്നികളുടെ റൂട്ട്. അല്ലാത്തവർ ഈ സ്വഹാബത്ത് അവരെ പരിഗണിക്കേണ്ടതില്ല. ഓരോരുത്തരും ഖുർആനും സുന്നത്തും കൈകാര്യം ചെയ്ത് അവരവർക്ക് ബോധ്യപ്പെടുന്ന മനസ്സിലാകുന്ന വിധത്തിൽ ഇസ്ലാമിനെ മലയോലകളിലും കല്ലിലുമൊക്കെയായി ഖുർആൻ പല സ്ഥലങ്ങളിലായി പൂർണ്ണമായും എഴുതിവെച്ചിട്ടുണ്ട്. അതിലേറെ മഹാന്മാരായ സ്വഹാബത്തിന്റെ ഹൃദയത്തിലാണ് ഖുർആൻ സൂക്ഷിച്ചിരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്തനാശയക്കാർ വരെ ഈ സ്വഹാബത്തിനെ തള്ളുന്നു എന്നിടത്ത് നിന്നാണ് വിഭാഗീയ പ്രാധാന്യം എത്രയാണ് നമ്മൾ ചിന്തിക്കണം. ആ സ്വഹാബത്തിനെ വിശ്വാസത്തിലെടുക്കാതെ അവരോട് മതിപ്പും ആദരവുമില്ലാതെ നമ്മളെ പ്രമാണം തന്നെ വരുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ സാരമെന്താ? തറഫ്തു ഫീക്കും അംറൈൻ, ഞാനിതാ നിങ്ങളിൽ രണ്ട് കാര്യം വിട്ടുപോകുന്നു എന്ന് പറഞ്ഞ ആ നിങ്ങൾ ആരാണ്? മഹാന്മാരായ സ്വഹാബത്തല്ലേ? അവരെ ഹൃദയത്തിലാണ് ഖുർആൻ, അവരെ ഹൃദയത്തിലാണ് ഹദീസ്. അതുകൊണ്ട് ആ സ്വഹാബത്തിനെ അവരെങ്ങനെ ഹദീസിൽ നിന്ന് ദീൻ പഠിപ്പിച്ചോ, എങ്ങനെ ഖുർആനിൽ നിന്ന് മതം മനസ്സിലാക്കി തന്നോ ആ രീതി അവലംബിക്കണം. ഇതുകൊണ്ടാണ് അള്ളാഹു സ്വഹാബത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു മതം മനസ്സിലാക്കി തന്നോ ആ രീതി. ഇതുകൊണ്ടാണ് അള്ളാഹു സ്വഹാബത്തിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതാ, സ്വഹാബ നിങ്ങളെ ഞാൻ ഒരു മാതൃകാ സമൂഹമാക്കി വാർത്തെടുത്തു. മുത്തുനബിയാകുന്ന പരിശീലകനാണ് നിങ്ങൾക്ക് ഈ പരിശീലനം തന്നത്. എന്തിനു വേണ്ടിയാണ്? എന്തിനാണ് നിങ്ങളെ ഇങ്ങനെ വാർത്തെടുത്തത്? ലിതകൂനൂ ശുഹദാ അലന്നാസ്, അന്ത്യനാള് വരെ ഇവിടെ വരാൻ പോകുന്ന സർവ്വജനങ്ങൾക്കും ഈ ദീനിന്റെ സത്യസാക്ഷികൾ നിങ്ങളായി തീരാൻ വേണ്ടി. ഖുർആനും ഹദീസും തള്ളണം എന്നല്ല, ഖുർആനും ഹദീസും മനസ്സിലാക്കേണ്ടത് സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിന്നാണ്. അവരെ പിന്തുടരുമ്പോഴാണ് ഖുർആനിനെ പിന്തുടരാവൽ, സുന്നത്ത് സ്വീകരിക്കുന്നവരാകൽ. ഈ രീതിയാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ സ്വീകരിച്ചു. അതേ സമയത്ത് വിശുദ്ധ സുന്നത്തി ജമാഅത്തിൽ നിന്ന് പുറത്തുപോയ ഏത് കക്ഷികൾ നമ്മൾ എടുത്തു നോക്കിയാലും സ്വഹാബത്തിന് അവർ യാതൊരു പ്രാധാന്യവും കൊടുക്കുന്നില്ല. ഒരു ചെറിയ ഉദാഹരണം, മുജാഹിദ് വിഭാഗം സുഹൃത്തുക്കൾ ഈ പരിപാടികൾ ശ്രദ്ധിക്കുന്നവരുണ്ടാകും. സ്നേഹത്തോടെ ഞങ്ങൾക്ക് പറയാനുള്ളത് നെഞ്ചത്ത് കൈവച്ച് ആലോചിക്കണം. ഈ ഖുർആനും സുന്നത്തും നബിതങ്ങൾ ഏൽപ്പിച്ചുപോയ സ്വഹാബത്തിനെ സംബന്ധിച്ച് എന്താണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമീപനം? അവർ ഈ അടുത്ത് പുറത്തിറക്കിയ ഗൾഫ് സലഫിസവും മുജാഹിദ് പ്രസ്ഥാനവും എന്ന പുസ്തകത്തിൽ എഴുതുന്നു, മതനിയമങ്ങൾ സ്ഥിരീകരിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വരുന്ന അടിസ്ഥാന തെളിവുകൾ ഖുർആനും സുന്നത്തുമാണ്. അവയിൽ ഗണ്യമായ വിധികളില്ലാത്ത കാര്യങ്ങളിൽ മതവിധി കണ്ടെത്താനുള്ള അവലംബമായി ഇജ്തിഹാദിനെ ഗവേഷണം ഉപയോഗപ്പെടുത്തുന്നു. സ്വഹാബികളും താബീകളും ഉൾപ്പെടെയുള്ള മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളെക്കുറിച്ച് മുജാഹിദുകൾ പഠനം നടത്താറുണ്ടെങ്കിലും അവയൊന്നും തെളിവുകളായി അംഗീകരിക്കാറില്ല. എന്നാൽ ഇതിൽ നിന്ന് ഭിന്നമാണ്. അവർ ഖുർആനിനും നബിചര്യക്കും പുറമേ സ്വഹാബികളുടെ, പ്രത്യേകിച്ച് 4 ഖലീഫമാരുടെ ചര്യയും മതനിയമങ്ങൾ സ്ഥിരീകരിക്കാനുള്ള തെളിവായി ഗണിക്കുന്നു. നോക്കണം നിങ്ങൾ, ഗൾഫിലുള്ള മുജാഹിദുകൾ സ്വഹാബത്തിനെ സ്വീകരിക്കുന്നു, നമ്മൾ സ്വഹാബത്തിനെ സ്വീകരിക്കൂല. എന്നിട്ട് പറയുകയാണ്
ഖുലഫാഉർ റാഷിദയുടെ വീക്ഷണം പോലും തെളിവായി അംഗീകരിക്കാത്ത കേരളത്തിലെ മുജാഹിദുകളുമായി സലഫികൾക്ക് പല കാര്യങ്ങളിലും ഇതുമൂലം അഭിപ്രായ വ്യത്യാസമുണ്ടായി. വെള്ളിയാഴ്ചയിലെ 2 ബാങ്ക്, തറാവീഹിന്റെ റക്അത്തുകളുടെ എണ്ണം തുടങ്ങിയവയിലുള്ള അന്തരം ഇങ്ങനെ ഉണ്ടായവയാണെന്ന് പറയാം. എത്ര സ്പഷ്ടമാണ്! ഈ ഉമ്മത്തിൽ ഇവരുണ്ടാക്കിയ എല്ലാ ഭിന്നിപ്പിന്റെയും അടിസ്ഥാനമെന്താ? സ്വഹാബത്തിനെ വിശ്വാസത്തിലെടുത്തൂടാ. അതുകൊണ്ട് ഗൾഫിലുള്ള സലഫികൾ സ്വഹാബത്ത് തെളിവാണെന്ന് പറയുന്നു, നമ്മളത് പറയുന്നില്ല എന്ന് ഇവർ പച്ചയായി എഴുതുന്നു. ഇതുകൊണ്ടാണ് ഗൾഫിൽ ഹറമുകളിലെല്ലാം ചെന്നു നോക്കിയാൽ ജുമഅ നിസ്കാരത്തിന് ബാങ്ക് 2 ബാങ്കാണ്. എന്താണ് കാരണം? അത് സ്വഹാബത്ത് നടപ്പാക്കിയതാണ്. മഹാനായ സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം 10,000 സ്വഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലമാണ്. ആ കാലഘട്ടത്തിൽ സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഫസബത്തൽ അംറു അലാ ദാലിക, ഒരാൾക്കും തർക്കമില്ലാതെ എല്ലാ പള്ളികളിലും ജുമുഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ടു. അത് സ്വഹാബത്ത് ഉണ്ടാക്കിയതാണ്, ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയതാണ്. അതിനാൽ ഞങ്ങൾ സ്വഹാബത്തിനെ അംഗീകരിക്കാത്തതുകൊണ്ട് ഞങ്ങൾ 2ാമത്തെ ബാങ്ക് ഒഴിവാക്കുന്നു. കേരളത്തിലെ മുജാഹിദുകൾ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലത്താണ് 20 റക്അത്ത് തറാവീഹ് നിസ്കാരം എല്ലാ സ്വഹാബികളുടെയും അംഗീകാരത്തോടെ മസ്ജിദുൻ നബവിയിൽ നടപ്പാക്കിയത്. പക്ഷേ സ്വഹാബത്ത് ദീനിൽ തെളിവല്ലാത്തതുകൊണ്ട് ഇവർ പിന്നെയും ഗവേഷണം നടത്തി. സ്വഹാബത്തിന്റെ ഗവേഷണം പോരാ, അങ്ങനെ തറാവീഹിനെ 8ലേക്കും പിന്നെ വട്ടപൂജത്തിലേക്കും കൊണ്ടുവന്നു. ഈ ഫിത്നയുടെ മുഴുവനും കാരണമെന്താണ്? സ്വഹാബത്ത് ദീനിൽ തെളിവല്ല. ഈ സ്വഹാബത്തിനെ കുറിച്ച് വിശ്വാസമില്ലെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് കണ്ടതും പഠിച്ചതുമല്ലാത്തത് കരിഞ്ചന്ത അവര് ദീനിലേക്ക് കൂട്ടിച്ചേർക്കുന്നവരാണെന്ന് വിശ്വസിച്ചതുകൊണ്ടല്ലേ ഈ രീതിയെ ഉപേക്ഷിക്കേണ്ടി വന്നത്? എന്നാൽ ഇതെന്തിനെയാണ് ബാധിക്കുന്നത്? ഇസ്ലാമിന്റെ പ്രമാണത്തെയല്ലേ? ഈ സ്വഹാബത്തല്ലേ നമുക്ക് ഖുർആൻ ക്രോഡീകരിച്ചു തന്നത്? ഈ സ്വഹാബത്തല്ലേ നബി തങ്ങളെ ഹദീസ് പഠിപ്പിച്ചു തന്നത്? അവരെ വിശ്വാസമില്ലെങ്കിൽ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ ബാധിക്കുന്നില്ല ഈ പ്രശ്നം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബിദ്അത്ത് സംഘത്തിൽ അകപ്പെട്ടു പോയവർ നിഷ്പക്ഷമായി ചിന്തിക്കേണ്ട കാര്യമാണ്. വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. എന്റെ നാട്ടുകാരനായ MT മൗലവി അദ്ദേഹം എഴുതിയ ജുമുഅ ഖുത്ബ മദ്ഹബുകളിൽ എന്ന ഗ്രന്ഥത്തിൽ മഹാന്മാരായ സ്വഹാബത്തിനെ ചൂണ്ടിക്കാണിക്കുന്നത് അവർ കേരളത്തിലെ മുസ്ലിയാക്കളെ പോലെ തന്നെ മതത്തിൽ തെളിവായി അംഗീകരിക്കാൻ പറ്റിയവരല്ല എന്നാണ്. അദ്ദേഹം പറയുന്നു, സ്വഹാബികൾ അറബ് അറിയാത്തവരോട് അറബ് ഭാഷയിൽ ഖുത്ബ ഉപദേശം ചെയ്തിരുന്നു എന്ന് സമ്മതിക്കാൻ നിർവാഹമില്ല. അയാൾക്കറിയാൻ സമ്മതിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് പറയാ, ഇനി അങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയുന്ന പക്ഷം വസ്തുനിഷ്ഠമായ ഒരു റിപ്പോർട്ട് തെളിയിക്കേണ്ടതാണ്. തെളിയിക്കാനും കഴിയുന്ന അയാൾക്കറിഞ്ഞതുകൊണ്ട് വീണ്ടും പറയാം, ഇനി തെളിഞ്ഞാൽ തന്നെ കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നതും ദീനിൽ തെളിവല്ലാത്തതുപോലെ അതും തെളിവാകുകയില്ല. സ്വഹാബത്ത് ചെയ്തത് ദീനിൽ തെളിവല്ല, ഈ സ്വഹാബത്ത് പറഞ്ഞത് മതത്തിൽ തെളിവല്ല എന്ന് പറഞ്ഞ് മഹാന്മാരെ സ്വഹാബത്തിന്റെ ചര്യയെയും അവരെ ജീവിതത്തെയും ഖുർആനിന് എതിരായും ഹദീസിന് എതിരായും ചിത്രീകരിച്ച് നേർക്കുനേരെ ഖുർആനിലും ഹദീസിലും കയറി നിരങ്ങി അവരവന് തോന്നിയത് പറയാനാണ് ലോക മുസ്ലിങ്ങൾ അംഗീകരിച്ച ഈ മാനദണ്ഡത്തെ ഇവര് തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. ചെറിയൊരു ഉദാഹരണം കൂടി കേൾക്കൂ നിങ്ങൾ, എത്ര ഭീതിതമാണ് ഇത്. മുജാഹിദ് സുഹൃത്തുക്കൾ വളരെയധികം ഗൗരവത്തോടെ ചിന്തിക്കണം. അവരുടെ മുഖപത്രമായി പുറത്തിറക്കിയ അൽമനാർ മാസികയാണ്. ഈ അൽമനാറിൽ വളരെ കൃത്യമായി മഹാന്മാരായ സ്വഹാബത്തിനെ സംബന്ധിച്ച് അവരൊരു ലേഖനം എഴുതി. എന്താണത്? ഇസ്ലാമിൽ ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ പ്രചരിച്ചതെങ്ങനെ? ആദ്യം തന്നെ പറയുന്നു, മുസ്ലിങ്ങളിൽ അന്ധവിശ്വാസം അരക്കിട്ടുറപ്പിക്കുകയും അവരെ പ്രവൃത്തികളെ ദുഷിപ്പിക്കുകയും ചെയ്തതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഇസ്രായേലി കഥകളാണ്. അതിന്റെ കാരണങ്ങളാണ് അവരെഴുതുന്നത്. ഗൗരവത്തോടെ നമ്മൾ കാണണം. 2 കാരണങ്ങളാണ് ഇസ്രായേലി കഥകൾ മുസ്ലിങ്ങളിൽ പ്രചരിക്കാൻ ഇടവരുത്തിയത്. ഒന്ന്, ഇസ്ലാമിന്റെ ആരംഭദശയിൽ നബിയുടെ വിയോഗശേഷം പള്ളിയിൽ വെച്ച് കഥ പറയുന്ന ഒരു പുതിയ സമ്പ്രദായം ആരംഭിച്ചു. മദീനത്തെ പള്ളിയിലെ ഹസ്രത്ത് ഉമറിന്റെ അവസാന കാലത്ത് തന്നെ ഇത് തുടങ്ങിവെച്ചിരുന്നു.
എന്നാൽ ഉസ്മാൻ അവറുകളുടെ കാലം മുതലാണ് സർവപ്രചാരം സിദ്ധിച്ചത്. നോക്കൂ നിങ്ങൾ, കള്ളക്കഥ കടത്തിക്കൂട്ടി ഇസ്രായേലി കള്ളക്കഥ ഇസ്ലാമിലേക്ക്. അതാരാണ്, എവിടുന്നാ തുടങ്ങുന്നത്? അത് മസ്ജിദുൻ നബവിയിൽ ഉമർ ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിലാണ് ഈ കഥ പറയാനുള്ള വേദി ഒരുക്കി കൊടുത്തത്. എന്നിട്ട് പറയുകയാണ്, പലതും പറഞ്ഞിട്ട് തമീമുദ്ദാരിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ, പ്രഗത്ഭനായ സ്വഹാബിയായ മഹാനായ തമീമുദ്ദാരിയാണ് കൂട്ടുന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനത്രേ. വഹബ് ബിൻ മുനബ്ബഹും ഈ കൂട്ടത്തിൽപ്പെട്ട കഥാകാരനാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം പറയുന്നു, എന്നാൽ മൂന്നാമത്തെ അദ്ദേഹമായ കഅബുൽ അഹ്ബാറിൽ നിന്നാണ് ഇസ്രായേലി കഥകൾ ഏറ്റവും അധികം പ്രചരിക്കുന്നത്. കഅബുൽ അഹ്ബാർ എന്ന് പറഞ്ഞാൽ സ്വഹാബത്തിന്റെ കാലത്ത് ജീവിച്ച ഒരു താബഈ പണ്ഡിതനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൽ നിന്നാണ് അത്ര കള്ളക്കഥ ഏറ്റവും കൂടുതൽ വന്നത്. എന്നിട്ട് ആരാ ആ കള്ളക്കഥ ഇസ്ലാമിലേക്ക് സ്വീകരിച്ചത്? ഇവരെഴുതുന്നു, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ഹസ്രത്ത് ഇബ്നു അബ്ബാസും മുഹദ്ദിസുകളിൽ ഒന്നാം സ്ഥാനം അർഹിക്കുന്ന അബൂ ഹുറൈറയുമാണ് കഅബിൽ നിന്ന് ഏറ്റവും അധികം റിപ്പോർട്ടുകൾ സ്വീകരിച്ചതെന്ന് വരുമ്പോൾ ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ ഇസ്ലാമിൽ എത്രമാത്രം പ്രചരിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ആരാണ് ഈ രണ്ട് സ്വഹാബികൾ? സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, മുത്തുനബി തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അല്ലിംഹുൽ ഖുർആന വ അല്ലിംഹു തഅ്വീൽ. ഇബ്നു അബ്ബാസ് എന്ന പ്രവാചകന്റെ പിതൃ സഹോദരൻ പുത്രന്റെ തലയിലാണ് കൈവച്ചു ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ ഈ കുട്ടിക്ക് ഖുർആനും അതിന്റെ വ്യാഖ്യാനവും പഠിപ്പിച്ചു കൊടുക്കണമേ. അങ്ങനെ സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഹെഡ് എന്ന പദവിയിലെത്തിയ സ്വഹാബിയാണ് ഏറ്റവും കൂടുതൽ കള്ളക്കഥ സ്വീകരിച്ചത്. ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഭാഗ്യം കിട്ടിയത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനാണ്. ആ മഹാനാണ് കള്ളക്കഥ ഏറ്റവും കൂടുതൽ സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാമിന്റെ പ്രമാണം ലോകത്തിന് കൈമാറിയ സ്വഹാബത്തിനെ സംബന്ധിച്ച് ഈ ധാരണ വെച്ചു പുലർത്തുന്ന ഒരു വിഭാഗത്തിന് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണമായ ഖുർആനിന്റെ പേര് പറയാൻ, ഹദീസിന്റെ പേര് പറയാൻ അവകാശമുണ്ടോ? പെട്ടുപോയ ആളുകളാണ് സഗൗരവം ചിന്തിക്കേണ്ടത്. അള്ളാഹു എല്ലാവർക്കും സന്മാർഗം കാണിച്ചു തരട്ടെ. ഈ മഹാന്മാരായ സ്വഹാബത്തിനെ സംബന്ധിച്ച് ഈ വിധത്തിൽ അഭിപ്രായം അവര് ദീനിൽ തെളിവല്ല എന്ന് ഖുർആനിലേക്കും സ്വയം ഹദീസിലേക്കും ഇറങ്ങിയതാണ് വിശ്വാസ അനുഷ്ഠാന സ്വഭാവ വിഷയങ്ങളിലെല്ലാം പരിശുദ്ധ ഇസ്ലാമിൽ ഭിന്നതയും പ്രധാനപ്പെട്ട കാരണം. ഇനി നിങ്ങൾ നോക്കൂ, ഈ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ച വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അഹ്ലുസുന്ന വൽ ജമാഅ അഥവാ ഇസ്ലാം എന്ന് പറയുന്നത്. വന്യരായ കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ അവർകൾ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, വളരെ വിഷമത്തോടെ സുഖമില്ലാഞ്ഞിട്ടും നമുക്ക് വന്ന് തൗഹീദിന്റെ നല്ലൊരു ഭാഗം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. മഹാനവറുകൾ ഇവിടെ പറഞ്ഞതിന്റെ ചെറിയൊരു വിശദീകരണം കൂടി ചേർത്ത് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. സഹോദരന്മാരെ, ഇസ്ലാം എന്ന് പറയുന്നത് പ്രധാനമായും 3 ഭാഗങ്ങളാണ്. ഒന്ന് ഉസൂലുദ്ദീൻ, അടിസ്ഥാന വിശ്വാസ സിദ്ധാന്തങ്ങൾ. രണ്ടാമത്തേത് ഫുറൂഉദ്ദീൻ, അത് അനുഷ്ഠാന കർമ്മങ്ങൾ. മൂന്നാമത്തേത് അഖ്ലാഖുദ്ദീൻ, മതം വിഭാവനം ചെയ്യുന്ന സ്വഭാവങ്ങളും സംസ്കാരങ്ങളുമാണ്. ഇത് 3ഉം ഉൾച്ചേരുന്നതോടെ ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയായി ഇസ്ലാമിനെ നമുക്ക് കാണാൻ കഴിയും. അത് പ്രായോഗിക ജീവിതത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ലഘുലേഖ ഇറക്കാതെ, കിതാബുകൾ എഴുതാതെ 1,00,000 ചില്ലാനം വരുന്ന സ്വഹാബത്തിന് പ്രായോഗിക ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത് അവരെ ഈ ഉമ്മത്തിനു വേണ്ടി അവിടുന്ന് പുറത്തിറക്കിയിട്ടാണ് ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആ സ്വഹാബത്ത് പഠിപ്പിച്ച, എല്ലാ അമ്പിയാക്കളും പഠിപ്പിച്ച ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറയാകുന്ന വിശ്വാസം, അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. തൗഹീദ് ഏകദൈവ വിശ്വാസം. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി ഏതൊരു കുട്ടിക്കും മനസ്സിലാക്കാൻ പറ്റിയ ഒരാശയമാണ് ഇസ്ലാമിന്റെ തൗഹീദ്. അത് എല്ലാവരും എപ്പോഴും ഉൾക്കൊള്ളാൻ വേണ്ടി ചെറിയൊരു വചനം അതിനുവേണ്ടി ഇസ്ലാം പ്രഖ്യാപിച്ചു. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനായി അല്ലാഹുവല്ലാത്ത മറ്റൊരാളുമില്ല.
ഒരു ദിവസം എത്രയോ തവണ ഇത് നമ്മൾ ചൊല്ലുന്നു, കേൾക്കുന്നു. അതറിയാത്തവർ ഈ സമുദായത്തിൽ ആരുമില്ല. തൗഹീദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആകത്തുക ആ കലിമത്തിൽ അടങ്ങിയതാണ്. ഇത് തന്നെയാണ് സർവ്വ അമ്പിയാക്കളും ഇവിടെ പ്രചരിപ്പിച്ചത്. പരിശുദ്ധ വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ, നബിയെ അങ്ങയുടെ മുമ്പ് ഒരു റസൂലിനെയും ഞാൻ ഇവിടെ നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി, ആ റസൂലിന് നമ്മൾ വഹി കൊടുത്തിട്ടല്ലാതെ അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ, തീർച്ചയായും ഞാനല്ലാതെ ഒരാരാധ്യനില്ല, അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ഇതാണ് തൗഹീദ്, ഏകദൈവ വിശ്വാസം. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാഹു, അവനാണ് നിങ്ങളെ രക്ഷിതാവ്, അവനല്ലാതെ ഒരാരാധ്യനില്ല. ഹുവ ഖാലിഖു കുല്ലി ശൈഇൻ, അവനാണ് എല്ലാ വസ്തുക്കളുടെയും സ്രഷ്ടാവ്. അതുകൊണ്ട് ഫഅ്ബുദൂ, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. ഇതാണ് ഇസ്ലാമിന്റെ തൗഹീദ്. ഈ തൗഹീദ് എന്താണ്? ആ തൗഹീദ് ഉണ്ടെങ്കിലേ ഒരു മനുഷ്യന് സ്വർഗത്തിൽ കയറാനുള്ള അടിസ്ഥാന യോഗ്യത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാത്ത മറ്റൊരാളും ഇല്ല എന്ന് ഉറച്ചു വിശ്വസിക്കാത്ത ഒരാൾ എത്ര പുണ്യകർമ്മങ്ങളുടെ കെട്ടുമായി പടച്ച റബ്ബിനും അത് അല്ലാഹു സ്വീകരിക്കൂല. അടിസ്ഥാന മെമ്പർഷിപ്പ് ഈ തൗഹീദിലുള്ള വിശ്വാസമാണ്. അത് ഉള്ളവനാണെങ്കിലോ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു ദഖലൽ ജന്ന, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് പ്രഖ്യാപിച്ച് വിശ്വസിച്ച ഒരാള് കടന്നതു തന്നെ. അവൻ എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും അല്ലാഹു മാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ആ കുറ്റങ്ങളെ കാലാവധി ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പക്ഷെ അവസാനം അവൻ സ്വർഗത്തിലെത്തും. അല്ലാഹു പുറത്തു കൊടുത്താലോ ഒന്നാം ഘട്ടത്തിൽ തന്നെ സ്വർഗത്തിലെത്തും. ആ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്തിത്തരട്ടെ. അതേ സമയത്ത് അതിന് ഘടകവിരുദ്ധമായ ഒരാശയമുണ്ട്. അതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. എന്താണ് തൗഹീദ് എന്ന് പറഞ്ഞതിൽ നിന്ന് സ്പഷ്ടമാണ് എന്താണ് ശിർക്ക്. അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അത് തൗഹീദ്. ആരാധനക്ക് അർഹത അല്ലാഹുവിന് മാത്രമല്ല, വേറെയും ആർക്കെങ്കിലും ഉണ്ട്, അതാണ് ശിർക്ക്. അല്ലാഹുവിങ്കൽ ഏറ്റവും വലിയ പാതകമേതാണ്? ഇന്ന ശിർക ലദുൽമുൻ അളീം, ശിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ കുറ്റമാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, പങ്കു ചേർക്കുന്നത് ആരാധനക്ക് അല്ലാഹുവിന് മാത്രമല്ല അർഹത എന്ന് വിശ്വസിക്കുന്നത് അല്ലാഹു പൊറുക്കുകയില്ല. അതല്ലാത്ത ഏത് പാപവും പരലോകത്ത് അല്ലാഹു പുറത്തേക്കും. ദുനിയാവിൽ ആരെങ്കിലും ശിർക്ക് ചെയ്തു പോയെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്ത് തൗഹീദിലേക്ക് വന്നാൽ അത് മാപ്പാക്കപ്പെടും. മരണത്തിന്റെ ശേഷം ശിർക്ക് പൊറുക്കുകയില്ല. അത്ര വലിയ തിന്മയായി അല്ലാഹു പരിചയപ്പെടുത്തിയ ആ ശിർക്ക് നമ്മളിൽ നിന്ന് സംഭവിച്ചാൽ ചെയ്ത പുണ്യകർമ്മങ്ങൾ മുഴുവനും ബാത്തിലായി പോകും. ആ ശിർക്ക് വരാതിരിക്കാൻ നമ്മൾ എന്ത് ചിന്തിക്കണം? നമ്മളാരും അല്ലാഹുവിനെ അല്ലാതെ ആരാധിക്കുന്നില്ല എന്ന് നന്നായി ഉറച്ച് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ എന്തും കൂടെ നമ്മൾ പഠിക്കണം. ആരാധന എന്താണെന്നുകൂടെ പഠിക്കണം. ആരാധന എന്താണെന്നറിയാതെ അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്ന് തൊള്ളോണ്ട് പറഞ്ഞാൽ തൗഹീദ് നമ്മൾ കൽബ് കടക്കൂല. ആരാധന എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ആരാധന പിന്നെ അല്ലാഹു അല്ലാത്തവരുടെ മുമ്പിൽ നമ്മൾ കൊണ്ടുപോയി സമർപ്പിക്കുകയില്ല. അതിന് വളരെ ലളിതമായി അയിമ്മത്ത് പഠിപ്പിച്ചു തന്നു. അൽ ഇബാദ അഖ്സാ ഗായത്തിൽ ഖുളൂഇ വതദല്ലുൽ. എന്തിനാണ് ആരാധന ഇബാദത്ത് എന്ന് പറയുന്നത്? ഒരാൾ പ്രകടിപ്പിക്കുന്ന അങ്ങേയറ്റത്തെ ആദരവും പരമമായ ബഹുമാനവും, ഇതാണ് ആരാധന. അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ബഹുമാനം രണ്ട് വിധമുണ്ട്. ഒന്ന് അങ്ങേയറ്റത്തെ പരമമായ ബഹുമാനമുണ്ട്, അതാണ് ആരാധനയാകുന്നത്. അല്ലാത്ത ബഹുമാനമുണ്ട്, അത് ആരാധനയല്ല. ഇത് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മളൊരു വേദിയിലിരുന്നു, ഈ സദസ്സിലിരുന്ന സമയത്ത് വന്യരായ ശൈഖുന
കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ അവർകൾ ഈ വേദിയിലേക്ക് കയറി വന്നപ്പോൾ ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ആദരിച്ചു. ആ ആദരവ് അങ്ങേയറ്റത്തെ ആദരവല്ല, ഉസ്താദ് അവറുകളെ ആരാധിച്ചതും അല്ല. അതേ സമയത്ത് നമ്മൾ അല്പം മുമ്പ് മഗ്രിബ് നിസ്കരിച്ചു. മഗ്രിബ് നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയായിരുന്നു നമ്മുടെ നൃത്തം. ഫാത്തിഹ ഓതുന്ന വജ്ഹത്ത് ഓതുന്ന സമയത്തൊക്കെ നമ്മൾ നിന്നു. ആ നൃത്തം ഉസ്താദിനെ കണ്ടപ്പോൾ നിന്നത് ആരാധനയായില്ല. രണ്ടും ഒരേപോലെയല്ലേ, കാലുകൊണ്ട് നിന്നതല്ലേ. ഒന്നെങ്ങനെ ആരാധനയായി, ഒന്നെന്തുകൊണ്ട് ആരാധനയായില്ല, വെറും ആദരവായി? അത് രണ്ടിന്റെയും വ്യത്യാസം ആദരിക്കുന്ന ആൾ ആദരിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് അത് ആരാധ്യനാണ് അല്ല ദൈവമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണോ ബഹുമാനം കാണിക്കുന്നതെങ്കിൽ അത് മനസ്സിൽ വിചാരിച്ചാലും മതി. ആ ബഹുമാനമാണ് അങ്ങേയറ്റത്തെ ബഹുമാനം. അതാണ് ആദരവ്. വന്യരായ ഉസ്താദ് ഇവിടെ വന്നപ്പോൾ നമ്മളാരും ഉസ്താദിനെ ദൈവമാണെന്നോ ആരാധ്യനാണെന്നോ വിശ്വസിച്ചുകൊണ്ടല്ല എഴുന്നേറ്റ് നിന്നത്. അതേ സമയത്ത് നിസ്കാരത്തിൽ രണ്ട് കാലുകൊണ്ട് തന്നെയാണ് നിന്നതെങ്കിലും അപ്പോൾ നമ്മളെ വിശ്വാസം അല്ലാഹു അക്ബർ, എല്ലാറ്റിലും വലുത്, എല്ലാവരെക്കാളും സമുന്നതൻ, ഈ ലോകത്തിന്റെ സ്രഷ്ടാവും ആരാധ്യനുമായ അല്ലാഹുവാണ്. ആ വിശ്വാസത്തോടെ ആദരിച്ച് നിന്നപ്പോൾ അത് ആരാധനയായി. ആ വിശ്വാസമില്ലാത്തത് വെറും ആദരവുമായി. ഇതാണ് ഒരു ബഹുമാനപ്രകടനമാണോ അല്ല ആദരവാണോ എന്നതിന്റെ വ്യത്യാസം തിരിച്ചറിയാനുള്ള അടയാളം. വേറൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. നമ്മളെ നാട്ടിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഒക്കെ വളരെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന നാടാണ്. നമ്മൾ ഒരേ ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരേ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ബസ്സിൽ യാത്ര പോകുമ്പം പലപ്പോഴും നമുക്കൊക്കെ അനുഭവമുണ്ട്. ഏതെങ്കിലും ഒരു ഹൈന്ദവ സുഹൃത്തുക്കൾ അവരുടെ ആരാധനാലയത്തിന്റെ പരിസരത്തുകൂടെ വാഹനത്തിൽ കടന്നു പോകുമ്പോൾ ഭക്തി ആദരവോടെ ആ ആരാധനാലയത്തിന് നേരെ കൈ ഉയർത്തി ആ കൈതലം ഇങ്ങനെ ചുംബിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ആ ബഹുമാനപ്രകടനം, കൈ ഉയർത്തിയിട്ടുള്ള ഒരു ആദരവ്, ആ ആദരവ് ആരാധനയുടെ ഭാഗമാണെന്ന് അവരും വിശ്വസിക്കുന്നു, നമ്മളും അംഗീകരിക്കുന്നു. എന്താണ് കാരണം? അവരീ കൈ ഉയർത്തി ആദരിച്ചത് ആരെയാണ്? ആ ക്ഷേത്രത്തിന്റെ അകത്തൊരു പ്രതിഷ്ഠയുണ്ട്. ആ പ്രതിഷ്ഠ നിർമ്മിച്ചത് എന്തുകൊണ്ടാണെങ്കിലും അവരുടെ വിശ്വാസം ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ പ്രത്യേക ജപം ചൊല്ലി പ്രത്യേക തന്ത്രിമാർ അതിനെ പ്രതിഷ്ഠിച്ചപ്പോൾ അതിൽ ദൈവം വന്ന് അവതരിച്ചിട്ടുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ചിലപ്പോൾ കാലക്രമേണ ദൈവത്തിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടാൽ അതിനെ നിർമാർജനം ചെയ്ത് പുനഃപ്രതിഷ്ഠ നടത്താറും ഉണ്ട്. അതുകൊണ്ട് ആ വന്ദനം, ബഹുമാനപ്രകടനം ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ ആകയാൽ അത് ആദരവാണ്. അതേ സമയത്ത് നമുക്കുമുണ്ട് ധാരാളം ആരാധനാലയങ്ങൾ. അതിനൊരു കേന്ദ്ര ആരാധനാലയമുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത്ത മുബാറകം വഹുദൽ ലിൽ ആലമീൻ ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹീം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലോകത്ത് ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാനായി മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട, മഹാന്മാരിലൂടെ നിർമ്മിക്കപ്പെട്ട ഭവനം, അതേ മുബാറക്കൻ ബറക്കത്താക്കപ്പെട്ട പള്ളി, അതോടൊപ്പം തന്നെ ഹുദൽ ലിൽ ആലമീൻ, ലോകത്തിന് എന്താണ് സന്മാർഗമെന്ന് പഠിച്ചറിയാനുള്ള കേന്ദ്രമാണ് ആ കേന്ദ്രം. അവിടെ നടക്കുന്ന പരിപാടികൾ ശ്രദ്ധിച്ചാൽ സന്മാർഗമേതാണ് അറിയാൻ എളുപ്പമാണെന്ന് അല്ലാഹു പറയുന്നു. ആ പള്ളിയിൽ ഒരു മുസ്ലിം ചെന്നാൽ ആദ്യം ചെയ്യേണ്ടതെന്താ? മറ്റു പള്ളികളിൽ കയറിയാലുള്ളതുപോലെ തഹിയ്യത്ത് നിസ്കാരമല്ല, അവിടെ തവാഫ് ചെയ്യലാണ്. ആ തവാഫ് തുടങ്ങേണ്ടത് എവിടെ നിന്നാണ്? സവിശേഷകരമായ ഒരു കല്ലിന് ആ കഅബയുടെ ഒരു മൂലയിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. ആ കല്ല് നിൽക്കുന്നിടത്ത് ചെന്ന് സാധിക്കുമെങ്കിൽ ഭക്തി ആദരവോടെ ആ നെറ്റിവെക്കണം. അതിനു സാധിക്കാത്തവർ ആ കല്ലിനെ കൈകൊണ്ടൊന്ന് തൊട്ടുമുത്തണം. ഇതിനു പറ്റാത്തവർ കയ്യിലുള്ള വല്ലതും ആ കല്ലിലൊന്ന് തട്ടിച്ച് അതിനെ മുത്തിമണക്കണം. ഇതിനും അങ്ങോട്ട് അടുക്കാനാകാത്ത തിരക്കാണെങ്കിൽ
ഒരാളെയും ശല്യപ്പെടുത്താതെ അകലെ നിന്ന് ആദരവോടെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ആ കൈ ആദരവ് പ്രകടിപ്പിച്ചതാ നമ്മൾ ഹൈന്ദവ സുഹൃത്തുക്കൾ ക്ഷേത്രത്തിലെ കല്ലിന് നേരെ കൈപൊക്കിയതുപോലെ നമ്മൾ കൈപൊക്കിയ ആ കൈ ചുണ്ടിലും നെഞ്ചത്തും വെച്ച് ചുംബിക്കുന്നു. രണ്ടും ഒരുപോലെയല്ലേ? അതേ, ഒരുപോലെയാണ് പ്രത്യക്ഷത്തിൽ. ഹജറുൽ അസ്വദാകുന്ന കല്ലിനോട് കാണിക്കുന്ന ഈ ബഹുമാനം ഹജറുൽ അസ്വദിനുള്ള ആരാധനയാണോ? ഒരൊറ്റ മുസ്ലിമും വിശ്വസിക്കുന്നില്ല. നമ്മളാരും ഹജറുൽ അസ്വദിനെ ആരാധിക്കുന്നില്ല. അതെന്തുകൊണ്ട് ആരാധനയായില്ല? ആരും ആ കല്ല് ദൈവമാണെന്നോ ദൈവത്തിന്റെ അവതാരമുണ്ടായിട്ടുണ്ടെന്നോ അതിനെ നമ്മൾ വിശ്വസിക്കുന്നില്ല. മറിച്ച് അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് വരുമ്പം കൊണ്ടുവന്ന കല്ലാണെന്നും ആ കല്ലിനെ ചുംബിക്കുന്നവർക്ക് പരലോകത്തത് ശുപാർശകനാകുമെന്നും ലോകത്ത് സർവ്വ അമ്പിയാക്കളും കോടാനുകോടി ഔലിയാക്കളും ചുംബിച്ച് ബറക്കത്ത് നേർന്ന കല്ലാണെന്നും വിശ്വസിച്ചുകൊണ്ടല്ലേ ജനലക്ഷങ്ങളായ മുഅ്മിനീങ്ങൾ ആ കല്ലിന്റെ ചാരത്ത് വെച്ച് അതിനെ ബഹുമാനിക്കാനായി തിക്കും തിരക്കും കൂട്ടുന്നത്. അതുകൊണ്ട് ആദരവ് അങ്ങേ അറ്റത്തെ ആദരവാകണം. ആരാധനയാകണമെങ്കിൽ, അതായിത്തീരണമെങ്കിലോ ആദരിക്കുന്നവൻ ആദരിക്കപ്പെടുന്ന വ്യക്തിയെപ്പറ്റി, ശക്തിയെപ്പറ്റി, വസ്തുവിനെപ്പറ്റി ആരാധ്യനാണെന്ന് വിശ്വസിക്കണം. അല്ലെങ്കിൽ അത് ആരാധനയല്ല. അതേ സമയത്ത് അള്ളാഹു ആദരിക്കാൻ പഠിപ്പിച്ചതിനെ ആദരിച്ചാൽ അത് അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. ആ ആദരിച്ചതിനെ നമ്മൾ ആദരിച്ചാൽ അതിന്റെ ബറക്കത്തും ഗുണങ്ങളും നമുക്ക് കിട്ടുന്നതുമാണ്. ഈ വിശ്വാസത്തിലാണ് ലോക മുസ്ലിമീങ്ങൾ ഹജറുൽ അസ്വദിനെ ആദരിക്കുന്നത്. വേറൊരു ഉദാഹരണം കൂടെ നിങ്ങൾ നോക്കൂ. അതേ കഅബയുടെ കിഴക്ക് ഭാഗത്ത് വേറൊരു ശിലയുണ്ട്, ഒരു കല്ലുണ്ട്. ആ കല്ലിന്റെ പ്രത്യേകത എന്താ? അള്ളാഹു പറഞ്ഞു, ഫീഹി ആയാത്തും ബയ്യിനാത്തും മഖാമു ഇബ്രാഹിം. ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അതിലൊന്നാണ് മഖാമു ഇബ്രാഹിം. വെടിയേൽക്കാത്ത ചില്ലിലാക്കി സൂക്ഷിച്ചു വെച്ച ആ കല്ല് നോക്കിയാൽ ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ 2 പാദങ്ങളും അവിടെ അടയാളപ്പെട്ടത് കാണാൻ കഴിയും. അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. ആ കല്ലിനെ സംബന്ധിച്ച് ഖുർആൻ എന്താ? വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചവിട്ടി നിന്ന കല്ല്, ആ കല്ല് നിൽക്കുന്ന സ്ഥലത്തെ നിങ്ങൾ നിസ്കാരത്തിന് വേണ്ടി തെരഞ്ഞെടുക്കണം. പ്രത്യേകിച്ച് തവാഫിന്റെ പിറകെയുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കുന്നവന്റെയും കഅബയുടെയും ഇടയിലാകത്തക്ക വിധത്തിൽ ഈ കല്ലിനെ വെച്ചുകൊണ്ട് നിസ്കരിക്കണം. ഏതെങ്കിലും മുസ്ലിമിന് തോന്നുന്നുണ്ടോ ഇത് ഇബ്രാഹിം നബിയെ പൂജിക്കലാണ്, ആരാധിക്കലാണ്? അല്ല, പക്ഷേ ആദരിക്കലാണ്. നമ്മളെ നാട്ടിൽ നിന്ന് ചിലര് പറയും, എന്താണ് ഇവിടെ കുണ്ടൂർ ഉസ്താദിന്റെ മക്ബറയിലേക്ക് പോകുന്നതും ക്ഷേത്രത്തിൽ പോകുന്നതും തമ്മിലുള്ള വ്യത്യാസം? ക്ഷേത്രത്തിൽ പ്രതിമ കുത്തനെയാണെന്നതും കുണ്ടൂരിൽ അത് വെലങ്ങനെയാണെന്നതുമല്ലാതെ എന്ത് വ്യത്യാസമാണുള്ളതെന്ന് ചോദിക്കാറില്ലേ? അവര് ചിന്തിക്കുക. ആ ചോദ്യം എവിടെയും ചോദിക്കാം. മഖാമു ഇബ്രാഹിം എന്ന ആ കല്ലിന്റെ മുമ്പിൽ വെച്ച് നിസ്കരിക്കുമ്പോ ഇത് പ്രതിമയാണെന്ന് തോന്നാറുണ്ടോ? പരിശുദ്ധ കഅബത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോ അതൊരു ബിംബമാണെന്ന് തോന്നാറുണ്ടോ? അതിനെ നമ്മൾ ആദരിച്ചുകൊണ്ടല്ലേ അവിടെ പോകുന്നത്. എന്താണ് ഇവിടെ മുസ്ലിമീങ്ങളെ വിശ്വാസം? ഈ പരിശുദ്ധമായ ഇബ്രാഹിം നബിയുടെ പാദസ്പർശനമേറ്റ കല്ലിന്റെ ചാരത്ത് വെച്ച് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ അതില്ലാത്ത സ്ഥലത്ത് വെച്ച് നിസ്കരിക്കുന്നതിനേക്കാൾ ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കുമെന്നല്ലേ നമ്മളെ വിശ്വാസം. അതേ, ആ കല്ലിന്റെ ചാരത്ത് വെച്ച് നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിച്ചാൽ അതില്ലാത്ത മറ്റൊരു സ്ഥലത്ത് വെച്ച് ദുആ ചെയ്യുന്നതിനേക്കാൾ പടച്ചവൻ പരിഗണിക്കുമെന്നല്ലേ നമ്മളെ വിശ്വാസം. ഇവിടെ അല്ലാഹുവിന്റെ കൂടെ വേറെ ഒരു ദൈവത്തെ ചാർത്തലുണ്ടോ? വേറെ ഒരു ഇലാഹിനെ സ്ഥാപിക്കലുണ്ടോ? ഇല്ല. അല്ലാഹ് ബഹുമാനിച്ചവരെ ബഹുമാനം അംഗീകരിക്കലല്ലേ ഉള്ളൂ. ഇതേപോലെ തന്നെയാണ് അല്ലാഹു ആദരിച്ച ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു സാദാ വിശ്വാസി മരിച്ച് അയാളെ മറമാടപ്പെട്ട ഖബറിനെ പറ്റി തന്നെ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് റൗളത്തും മിൻ റിയാദിൽ ജന്ന. അത് സ്വർഗത്തോപ്പുകളിൽപ്പെട്ട സ്വർഗത്തോട്ടമാണ്. ഒരു സാദാ മുഅ്മിന്റെ ഖബർ. അതുകൊണ്ടാ നമ്മൾ മയ്യന്താ ദ്വാരക്കാറുള്ളത്, അല്ലാഹുമ്മ ജിഅൽ ഖുബൂറനാ വ ഖുബൂറഹും റൗളത്തം മിൻ റിയാദിൽ ജിനാൻ. സാദാ മുഅ്മിന്റെ ഖബറാണത്. അത്
അതേ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറോ മാ ബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ വന്നതാണ്, എന്റെ ഖബറും എന്റെ മിമ്പറും അതിന്റെ ഇടയിൽ ഉൾപ്പെടുന്ന സ്ഥലവും അക്ഷരാർത്ഥത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സ്ഥലമാണ്. മഹാന്മാരെ ഖബറിന്റെ സവിശേഷതയാണ്. അമ്പിയാക്കളെ ഖബറ്, ഔലിയാക്കളെ ഖബറ്, ശുഹദാക്കളെ ഖബറ്, അതൊക്കെ മഹാന്മാരെ ശേഷിപ്പുകളുടെ ബാക്കികളാണത്. അവിടെ ചെന്ന് നിന്നുകൊണ്ട് നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ആ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാൻ കൂടുതൽ സാധ്യത കാണുന്നു. ആ സാധ്യതയിൽ വിശ്വസിച്ചുകൊണ്ട് ഒരാൾ അവിടെ ചെന്ന് പ്രാർത്ഥന നടത്തിയാൽ, അല്ലാഹുവോട് ദുആ ചെയ്താൽ അതെങ്ങനെ അവർക്കുള്ള ആരാധനയാവും? അതാകുമായിരുന്നുവെങ്കിൽ ഹറമിൽ ചെന്ന് പ്രാർത്ഥിച്ചാലും അത് ഹറമിനെ ദൈവമാക്കലാകൂലേ? അള്ളാന്റെ സൃഷ്ടിയല്ലേ ഹറം എന്ന് പറഞ്ഞതൊരു സൃഷ്ടിയല്ലേ? പരിശുദ്ധ കഅബം എന്നതൊരു പടപ്പല്ലേ? ഹജറുൽ അസ്വദും മഖാമു ഇബ്രാഹിമും സഫയും മർവയും ഇതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളല്ലേ? അവിടെ ചെന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതും, മഹാന്മാരായ ആളുകൾ ജീവിച്ചിരിക്കുമ്പോൾ അവരെ കൂട്ടിയിരുത്തി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഫലമുണ്ടെന്ന് വിശ്വസിക്കുന്നതും, മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗളകളിൽ ചെന്ന് ദുആ ചെയ്താൽ ആ പ്രാർത്ഥന അല്ലാഹു പ്രത്യേകം പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നതും എല്ലാം ഒരുപോലെയല്ലേ? ഇവിടെ എവിടെയാണ് അള്ളാന്റെ കൂടെ വേറൊരു ദൈവത്തെ കൊണ്ടുവരൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് വിരുദ്ധമായി എന്താണ് അതിലുള്ളത്? അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം. നേരത്തെ ഉസ്താദ് ഉണർത്തിയതുപോലെ പേരിൽ ശിർക്ക് ആരോപിക്കുന്നതിന് മുമ്പ് വസ്തുതാപരമായ ഒരു അന്വേഷണം നമ്മൾ പഠിക്കണം. എല്ലാം ഒരുപോലെയല്ലേ എന്ന് പറഞ്ഞ് ഒയന്ന മട്ടത്തിലുള്ള ഒരു ഖിയാസ് അത് വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങളെ പേരിൽ ശിർക്ക് ആരോപിക്കരുത്. ശിർക്ക് ആരോപിക്കപ്പെട്ടവനിൽ അതില്ലെങ്കിൽ ആരോപിതനാണ് അതിന്റെ ദുരന്തമുണ്ടാകുക എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഹദീസിലുണ്ട്. അതാരും വിസ്മരിക്കരുത്. ചെറിയൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. നമ്മളെ നാട്ടിലെ സുഹൃത്തുക്കൾ നമ്മൾ മക്കയിലേക്ക് ഹജ്ജിന് പോകുന്നത് പോലെ ആവേശപൂർവം അവർ ശബരിമലയിലേക്ക് പോകാറുണ്ട്. ആ സീസണിൽ അവർ നടത്തുന്ന പ്രത്യേക പ്രാർത്ഥന എന്താണ്? അവര് സ്വാമിയെ അയ്യപ്പോ എന്ന് വിളിക്കും. അവരും വിശ്വസിക്കുന്നു, നമ്മളും അംഗീകരിക്കുന്നു. ആ വിളി പ്രാർത്ഥനയാണ്. എന്നാൽ നമ്മളെ നാട്ടിലെ ചിലര് പറയുന്നു, ഇത് തന്നെയല്ലേ മുസ്ലിങ്ങളും ചെയ്യുന്നത്? യാ റസൂലല്ലാഹ്, യാ ശൈഖ് മുഹിയുദ്ദീൻ, മമ്പർ തപ്പാപ്പേ എന്ന് നമ്മളും വിളിക്കുന്നു. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഇത് നമ്മൾ അറിയണം. രണ്ടും തമ്മിൽ അജഗജാന്തരമുണ്ട്. ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. മുസ്ലിമീങ്ങൾ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്നത് ഏത് തരത്തിലല്ല? നമ്മളെ സുഹൃത്തുക്കൾ വിളിക്കുന്നത് പോലെയല്ല. അവര് സ്വാമിയെയും അയ്യപ്പനെയും ഒരു കാലഘട്ടത്തിലെ അവതാരങ്ങളായി അവർ വിശ്വസിക്കുന്നു. ദൈവം അവതരിക്കുമെന്ന വിശ്വാസമാണ് ഹൈന്ദവ മതത്തിനുള്ളത്. അതിനുള്ള സ്വാതന്ത്ര്യം ഇവിടെ അവർക്കുണ്ട്. അതേ സമയത്ത് ഇസ്ലാമിലെ ദൈവവിശ്വാസം അള്ളാഹു മറ്റൊന്നിലേക്കും അവതരിക്കുന്നവനല്ല. ആ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അവതരിക്കകത്ത അള്ളാഹുവിലാണ്. നമ്മൾ ഒരു നബിയെ വിളിച്ചാൽ, ഒരു വലിയനെ വിളിച്ചാൽ, ഒരു സ്വാലിഹിനെ വിളിച്ചാൽ ആ വിളി പ്രാർത്ഥന എന്ന തലത്തിലേക്ക് ഉയരണമെങ്കിൽ എന്താണ് മാനദണ്ഡം? ഒരു ബഹുമാനം, അത് ആരാധനയാവൽ എപ്പോഴാണ് എന്ന് നമ്മൾ പഠിച്ചതുപോലെ ഒരു വിളി അതെപ്പോഴാണ് പ്രാർത്ഥന എന്ന തലത്തിലേക്ക് ഉയരുന്നത്? നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. വിളി പ്രാർത്ഥനയാവണമെങ്കിൽ വിളിക്കുന്നവൻ വിളിക്കപ്പെടുന്ന വ്യക്തിയെപ്പറ്റി അല്ലെങ്കിൽ ശക്തിയെപ്പറ്റി ആരാധ്യനാണ്, ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നത് എങ്കിൽ ദൂരത്തുള്ളവനെ അടുത്തുള്ളവനെ വിളിച്ചാലും, ജീവിച്ചിരിപ്പുള്ളവനെ വിളിച്ചാലും, മരിച്ചുപോയവനെ വിളിച്ചാലും, ആരെ വിളിച്ചാലും അത് പ്രാർത്ഥനയാണ്. ആ തരത്തിൽ അല്ലാഹുവോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഇതുകൂടിയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ സാരം. അതേ സമയത്ത് ആരാധ്യനാണെന്ന വിശ്വാസമില്ല, ദൈവമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരാളെ, ഒരു വ്യക്തിയെ, ശക്തിയെ വിളിച്ചു, അയാൾ വലിയല്ല, അയാൾ നബിയല്ല, സ്വാലിഹല്ല, ഏതോ ഒരാളാണ്, പക്ഷേ നമുക്ക് അദ്ദേഹം ആരാണെന്ന് വിശ്വാസമല്ല, ദൈവമാണെന്ന് വിശ്വാസമല്ല. അങ്ങനത്തെ ഒരാളെ വിളിച്ചാൽ പോലും ആ വിളി ശിർക്കല്ല. ശിർക്കാകണമെങ്കിൽ ആരാധനക്കർഹതയുള്ളവനായി
അല്ലാഹുവിന്റെ കൂടെ വേറൊരു ഇലാഹിനെ വിശ്വസിക്കണം. അതാണ് തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേ സമയത്ത് നമ്മൾ അങ്ങനെ ആരെങ്കിലുമല്ല നമ്മൾ വിളിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിനെയാണ്, അമ്പിയാക്കളെയാണ്, സ്വാലിഹീങ്ങളെയാണ്. ആ വിളിയുടെ താൽപര്യം എന്താണ്? അത് മനുഷ്യൻ ആദരിക്കുന്നവരെ ബഹുമാനിക്കാൻ വേണ്ടി പ്രകൃതിപരമായി തന്നെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ആദരിക്കുന്നവരെ വിളിക്കുക. പ്രകൃതിപരമായി തന്നെ ആദരിക്കപ്പെടുന്നവരെ വിളിക്കുക എന്നത് മനുഷ്യന്റെ ഒരു രീതിയാണ്. ഉദാഹരണം നിങ്ങൾ നോക്കൂ, നമ്മൾ രാഷ്ട്രീയ സമയം പ്രകടനം നടത്തുമ്പം മരിച്ചുപോയ ആളുകളെ ആയിരിക്കും പലരും സിന്ദാബാദ് വിളിക്കൽ. അല്ലെ, രാജീവ് ഗാന്ധി സിന്ദാബാദ്, EMS സിന്ദാബാദ്, ഇവരൊക്കെ എന്നോ പോയതാ. പക്ഷേ അത് സ്നേഹപ്രകടനത്തിന്റെ ഭാഗമാണ് സ്നേഹിക്കപ്പെടുന്നവരെ വിളിക്കുക. പ്രായം ചെന്ന ഒരാൾ, അയാളെ വാപ്പയും ഉമ്മയൊക്കെ മരിച്ചുപോയിട്ട് എത്രയോ കാലായി, ഇപ്പം വയോവൃദ്ധനാണ്, അയാൾക്ക് സുഖല്ല, വളരെ വിഷമത്തിലാണ്. അയാൾ ഇടക്കിടക്ക് പറയണതെന്താ? ഉമ്മാ ഉമ്മാ എന്നാണ് ഉമ്മാനെ വിളിക്കുക. നമ്മളിങ്ങനെ വീടിന്റെ കോലായിലിരിക്കുമ്പം ഒരു കുട്ടി വരമ്പത്തൂടെ ഇങ്ങനെ നടന്നു പോവുക. ആ കുട്ടി വീഴാൻ പോയാൽ കോലായിലിരിക്കുന്ന നമ്മൾ അറിയാതെ വിളിച്ചു പോകും, അല്ലോയിന്റെ അപ്പുറത്താരാകുമ്പോ നമ്മൾ അങ്ങനെ വിളിക്കുക, അല്ലോയിന്റെ അമ്മേ. അപ്പൊ ഒരാൾ ആയത്തോതുക, ഖുർആനിലുള്ളത് അന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. അള്ളാന്റെ കൂടെ ആരെയും വിളിക്കാൻ പാടില്ല, ശിർക്ക. അല്ലോയിന്റെ അമ്മേ, അള്ളാനി ഉമ്മാനി ഒന്നിച്ച് വിളിച്ചതുകൊണ്ട് മുശിരിക്കായി എന്ന് പറയാൻ പറ്റുമോ? എന്താ ഈ വിളിയുടെ താല്പര്യം? വിളിക്കുമ്പോഴേക്ക് ശിർക്കാണ്, കുഫ്റാണെന്ന് പറയാൻ പറ്റൂല. വിളി എന്ന് പറഞ്ഞാൽ അത് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗം. അള്ളാഹു സ്നേഹിക്കാൻ പറഞ്ഞവരെ സ്നേഹിക്കുക എന്നത് ഒരു വലിയ ഇബാദത്താണ്. ആ സ്നേഹം പ്രകടിപ്പിച്ച് നമ്മൾ വിളിച്ചാൽ തന്നെ അത് കാരണമായി അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും. ചിലപ്പോൾ അവര് മുഖേനയാവാം, ചിലപ്പോൾ വേറെ കാരണങ്ങളിലൂടെ ആവാം. അള്ളാഹുവിന്റെ സഹായം നമുക്ക് എത്തിച്ചു തരാൻ അള്ള വെച്ച പല കാരണങ്ങളിൽ ഒന്നാണ് അള്ളാഹു സ്നേഹിക്കുന്നവരോട് സ്നേഹം കാണിക്കുക. ആ സ്നേഹം പ്രകടിപ്പിക്കാൻ മതം അംഗീകരിച്ച ഒരു രീതിയാണ് അവരെ വിളിക്കുക. എവിടെയാണ് ഇത് മതം അംഗീകരിച്ചത്? ഇതല്ലേ ഇനി നമുക്ക് പഠിക്കാനുള്ളത്. മഹാനായ സ്വഹാബി വര്യൻ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അതാ പറയുന്നു, ഞങ്ങൾ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സബിതത്തിലിരിക്കുകയാണ്. രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്തൊരു സ്വഹാബി സങ്കടത്തോടെ വന്ന് പറയുന്നു, നബിയേ, എന്റെ കൈ പിടിക്കാൻ ആളില്ല, എന്റെ കണ്ണിന്റെ കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടണം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്തു പറഞ്ഞു? അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ക്ഷമിച്ചുകൂടെ, വലിയ കൂലി കിട്ടൂലേ? അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കാം, പക്ഷേ കൈപിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് വലിയ പ്രയാസമുണ്ട് നബിയെ, ഇത് പരിഹരിക്കണം. എങ്കിൽ പരിഹാരമുണ്ട്. മുത്തുനബി പറഞ്ഞു, ഈത്തിൽ മിളആ, നിങ്ങൾ വുളു എടുക്കുന്ന സ്ഥലത്ത് ചെന്ന് പൂർണ്ണമായൊരു വുളു എടുക്കുക. സുമ്മ സ്വല്ലി റക്അത്തൈനി, പിന്നെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. ഹാജത്തിന്റെ നിസ്കാരം എന്നാണ് ഇതിനെ പറയുക. നമ്മളൊക്കെ ഖുതുബിയത്തിന്റെ ഇടയിൽ നിസ്കരിക്കുന്ന നിസ്കാരം ഇതാണ്. ആ നിസ്കാരം നിർവഹിച്ചിട്ട് പിന്നെ നബിതങ്ങൾ പറയുന്നു, ഞാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന അതുപോലെ ചൊല്ലുക. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി പഠിപ്പിച്ചു കൊടുത്തത്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക വഅതവജ്ജഹു ഇലൈക ബിനബിയിക നബിയ്യിർ റഹ്മ യാ മുഹമ്മദു ഇന്നി ഖദ് തവജ്ജഹതു ബിക ഇലാ റബ്ബി ലിതുഖ്ലാ. അല്ലാഹുമ്മ, എന്താണ് ഈ പ്രാർത്ഥനയുടെ സാരം? ശ്രദ്ധിക്കണം നമ്മൾ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പടച്ച റബ്ബേ, ഞാനിതാ നിന്നോട് ചോദിക്കുകയാണ്. വഅതവജ്ജഹു ഇലൈക, നിന്നോട് ചോദിക്കാൻ ഞാൻ നിന്നിലേക്ക് അങ്ങ് കേറി ഓടി വന്നതല്ല, നിന്നിലേക്ക് ഞാൻ മുന്നിട്ട് വരുന്നത്. ബിനബിയിക നബിയ്യിർ റഹ്മാ, റഹ്മത്തുൽ ലിൽ ആലമീനായ കാരുണ്യത്തിന്റെ നബി മുഖേന അവിടത്തെ തവസ്സുലാക്കിയിട്ടാണ് ഞാൻ വരുന്നത്. ആരാ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അള്ളാന്റെ റസൂല്. പ്രാർത്ഥന സ്വീകരിക്കാൻ അതിനു മുമ്പ് അള്ളാഹു പൊരുത്തപ്പെടുന്ന എന്തെങ്കിലും ഒന്ന് വെക്കുക. ഇതിനാണ് തവസ്സുല് എന്ന് പറയുന്നത്. ഒരു സ്വതക്ക ചെയ്തിട്ട് ദുആ ചെയ്യൽ തവസ്സുലാണ്. ഒരു സ്വലാത്തിൽ ദുആ ചെയ്യൽ തവസ്സുലാണ്. ഹറം അള്ള സ്നേഹിക്കുന്ന ബഹുമാനിച്ച സ്ഥലമാണ്. അവിടെ ചെന്ന് ദുആർക്കല് തവസ്സുലാണ്. ഇതുപോലെ മഹാന്മാരെ പേരിൽ എന്തെങ്കിലും ഒരു ഹദീ ചെയ്ത് ദുആ ചെയ്യൽ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ച് തവസ്സുലാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന മുന്നിടുന്നു എന്നത് തവസ്സുലാണ്. അങ്ങനെ തവസ്സുലാക്കി മുന്നിട്ടതിന് ശേഷം പിന്നെ നബി പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന എന്താ? യാ മുഹമ്മദു, ഓ പ്രിയപ്പെട്ട നബിയേ,